എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ദുഃഖം നിങ്ങളിലുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകാം. ഞാൻ പറയുന്നത് ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ നല്ലത് ഉദ്ദേശിച്ചു പോലും പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നന്മയെ ഉൾക്കൊള്ളാനും അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് നോക്കാനൊന്നും തയ്യാറാകുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കുന്നില്ല. അതിലെന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമായ ഒരുപാട് പേരുണ്ട്. പക്ഷേ ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല. ഓരോ കാര്യത്തിലും ഞാൻ എൻ്റെ മനസ്സിലെ നന്മയെ മുൻനിർത്തി ഓരോന്ന് പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് അറിഞ്ഞ് മനസ്സിലാക്കുന്നില്ല. ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോശമായി കാണുകയും എല്ലാം ശരിയല്ല എന്ന് പറയുന്നതൊക്കെ സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല? ഞാൻ എത്രയെത്ര നല്ല നല്ല കാര്യങ്ങൾ പറയുകയും എത്രയെത്ര നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തത്. ആർക്കും മോശമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും ഞാൻ തുനിഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എത്രയെത്ര സാഹചര്യങ്ങളുണ്ടായി. ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യുന്നതാണ് ചെയ്തത്. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ആരും എന്നെ പരിഗണിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു, എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ എന്നും ആഗ്രഹിച്ചു. എന്നിട്ടും എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവുന്നില്ല. സ്നേഹമുണ്ടോയെന്ന് വെച്ചാൽ സ്നേഹമുണ്ട്, സ്നേഹമില്ലേന്ന് വെച്ചാൽ സ്നേഹമില്ല. ഞാൻ മാത്രമല്ല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാവുന്നു. ഏതുതരം വിട്ടുവീഴ്ചയ്ക്കും ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു. ഏതുതരം വിട്ടുവീഴ്ചയും ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ മറ്റുള്ളവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നെ എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്നിട്ടും അവർ നിങ്ങളെ യഥാവിധി മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. എവിടെയും നിങ്ങൾ മാത്രം നഷ്ടം സംഭവിക്കുന്നു. നിങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവരൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അവരൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. ആ ദുഃഖം നിങ്ങളെ പലപ്പോഴും പിന്തുടരുന്നുണ്ട്. എന്തുകൊണ്ട് എന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല? ഞാനൊരിക്കലും എൻ്റെ മാത്രം നന്മയെ നോക്കിയിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ആൾക്കാർ പെരുമാറുന്നു? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൽ എന്നും ഏത് സാഹചര്യത്തിലും ഞാൻ മാത്രം വിട്ടുവീഴ്ച ചെയ്യുന്നു. മറ്റുള്ളവർക്ക് എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. എനിക്കൊരു തെറ്റ് പറ്റിയാൽ ക്ഷമിക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ മറ്റുള്ളവർക്ക് തെറ്റ് പറ്റിയപ്പോൾ എത്ര സാഹചര്യങ്ങളിൽ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. അവരൊരു വാക്കും വിശദീകരണവും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഭയപ്പെടാനില്ല. ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. ഞാനത്
മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെപ്പോഴും പറഞ്ഞ നിങ്ങൾ, പക്ഷേ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടായപ്പോൾ അതൊന്നും മനസ്സിലാക്കി ക്ഷമിക്കാനായിട്ട് അവർക്ക് തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ദുഃഖം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. പക്ഷെ അതൊന്നും ഓർത്ത് നിങ്ങൾ ഭയപ്പെടണ്ട. എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാകാം, പല സാഹചര്യത്തിലും. അത് ഇഷ്ടപ്പെട്ടവരുമുണ്ട്, ശത്രുക്കളും ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അതിങ്ങനെ ചിന്തകൾ കിടക്കും. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക ജീവിതത്തിൽ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നിങ്ങൾ സ്നേഹം കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വാരിക്കോരി കൊടുക്കുന്നു. തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും നിങ്ങൾ വെക്കരുത്. കിട്ടിയാൽ വാങ്ങിക്കാം, കിട്ടിയാൽ മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ കുറച്ച് ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി, ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, അവർ നിങ്ങൾക്ക് ഇഷ്ടമായി, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കത് മാത്രം ഉത്തരവാദിത്തമുള്ളൂ. അല്ലാതെ അവർ തിരിച്ച് നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുകയുള്ളൂ, അവർ പരിഗണിച്ചാൽ മാത്രമേ നിങ്ങൾ പരിഗണിക്കുകയുള്ളൂ. ആ ചിന്ത വേണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ഒരിടത്ത് വെച്ച് അല്ലെങ്കിൽ മറ്റൊരിടത്ത് വെച്ച് എല്ലാവരും നമ്മളോട് നന്ദികേട് കാണിക്കും. നമ്മൾ സ്നേഹിച്ച എത്രയോ ആൾക്കാരുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, അവർ പോലും നമ്മളെ പല ഘട്ടത്തിലും തെറ്റിദ്ധരിച്ചു. നമ്മൾ പറയാത്തത് പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കാത്തത് പറഞ്ഞു. അതൊന്നും നമ്മളെ സംബന്ധിച്ച് കാര്യമാക്കേണ്ട ഒന്നല്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ സംതൃപ്തി അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സ്നേഹിക്കുക. അവരിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അവർ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക. അത്രേ ബാധ്യത നിങ്ങൾക്കുള്ളൂ. തിരിച്ച് അവരതിനെ പരിഗണിച്ചില്ല, അവരതിനെ സ്നേഹിച്ചില്ല, ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ പരിഗണിച്ചില്ല, ആ ചിന്തകളൊന്നും നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന അവരെ സ്നേഹിക്കുക, മുന്നോട്ട് പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, അതിൻ്റെ ആവശ്യവുമില്ല. അതൊന്നും നമ്മുടെ ബാധ്യതയുമല്ല. ഒന്നും ആഗ്രഹിക്കാതെ ഒന്ന് സ്നേഹിച്ച് നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ അവർ വന്ന് സ്നേഹിക്കും. നിങ്ങൾ അവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ വന്ന് സ്നേഹിക്കും. ഇനി അവർ തിരിച്ച് നിങ്ങൾക്കൊരു നന്മയും നൽകിയില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.